ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ്. അതായത് റിസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേസ് ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്ത DNA ഫ്രാഗ്മെൻറ്റ്സിനെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അന്നേരം വെൻ DNA ഈസ് ട്രീറ്റഡ് വിത്ത് റിസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേസ് ഇറ്റ് ബ്രേക്സ് അപ്പ് ഇൻറ്റു DNA ഫ്രാഗ്മെൻറ്റ്സ്. അന്നേരം റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ DNA പല പല ഫ്രാഗ്മെൻറ്റ്സ് ആക്കി മാറ്റി. ഈ ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വേരിയബിൾ ലെങ്താണ്, ഓരോന്നിനും ഓരോ ലെങ്ത് ആയിരിക്കും. അന്നേരം ഈ ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കിനെ പറയുന്ന പേരാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. അന്നേരം DNA ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ടെക്നിക്കിൻ്റെ പേരെന്താണ്? ജെൽ ഇലക്ട്രോഫോറസിസ്. ഇനി അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറയാൻ പോവാം. ജെൽ ഇലക്ട്രോഫോറസിസ് ഈസ് എ പ്രോസസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ചാർജ്ഡ് മാക്രോമോളിക്യൂൾസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിത്ത് എ കാഥോഡ്, ആനോഡ് ആൻഡ് എ മേട്രിക്സ്. അതായത് ഒരു കാഥോഡിൻ്റെയും ഒരു ആനോഡിൻ്റെയും ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെയും സഹായത്തോടെ ചാർജുള്ള മാക്രോമോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഇവിടെ എന്തൊക്കെ ആവശ്യമാണ്? ഒരു ഇലക്ട്രിക് ഫീൽഡ് ആവശ്യമാണ്, കാഥോഡ് ആവശ്യമാണ്, ആനോഡ് ആവശ്യമാണ്, ഒരു മേട്രിക്സ് ആവശ്യമാണ്. അന്നേരം ഇങ്ങനെ ഈ പ്രോസസ്സിലോട്ട് നമ്മൾ DNA ഫ്രാഗ്മെൻറ്റ്സിനെ ഇട്ട് കൊടുക്കുമ്പോൾ ചാർജ് ഉള്ള മോളിക്യൂൾസ് മൈഗ്രേറ്റ് ഇൻ ടു ദ ഇലക്ട്രോഡ് ബിയറിംഗ് ദ ഓപ്പോസിറ്റ് ചാർജ് ത്രൂ ദ മേട്രിക്സ്, കോമൺ മേട്രിക്സ്. അതായത് ഈ മേട്രിക്സിലൂടെ ഈ ചാർജുള്ള മോളിക്യൂൾസ് അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോഡിലോട്ട് മൂവ് ചെയ്യും. ഇവിടെ ഉപയോഗിക്കുന്ന മേട്രിക്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അഗാരോസ് ജെൽ എന്ന് പറയുന്നതും പോളി അക്രിലാമൈഡ് ജെല്ലുമാണ്. അഗാരോസ് ജെല്ലും പോളി അക്രിലാമൈഡ് ജെല്ലും. അന്നേരം DNA ഫ്രാഗ്മെൻറ്റ്സ് എപ്പോഴും ആനോഡിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും? ആനോഡിൻ്റെ ചാർജൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അന്നേരം DNAയുടെ ആനോഡിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ DNAക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കണം. അന്നേരം ഇനി അടുത്തത് സ്മാളറായിട്ടുള്ള ഫ്രാഗ്മെൻറ്റ്സ്. DNA ഞാൻ ആദ്യമേ പറഞ്ഞു, DNA ബ്രേക്ക് ചെയ്യുമ്പോൾ അത് വേരിയബിൾ ലെങ്ത് ആയിരിക്കും എന്ന് പറഞ്ഞു. അന്നേരം ചില DNAക്ക് നല്ല നീളം ഉണ്ടാവും, ചില DNAക്ക് നീളം കുറവായിരിക്കും. അന്നേരം ചെറിയ DNAകൾ പെട്ടെന്ന് മൂവ് ചെയ്യുകയും വലിയ DNAകൾ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അന്നേരം ഇത് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്? ആനോഡിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ആനോഡിലോട്ട് മൂവ് ചെയ്യുന്നത്? അതായത് DNAയുടെ ഓപ്പോസിറ്റ് ചാർജ് ആനോഡിലായിരിക്കും. അന്നേരം അതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നു? ആനോഡിലോട്ട് മൂവ് ചെയ്യുന്നു. അന്നേരം ഇവിടെ ഇതിന് ഏത് വഴിയാണ് ഇത് പോകുന്നത്? ഒരു മേട്രിക്സിലൂടെയാണ് പോകുന്നത്. ആരുടെ സഹായത്തോടാണ് പോകുന്നത്? ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ സഹായത്തോടെ. മനസ്സിലായല്ലോ? അന്നേരം സ്മാളർ ദ ഫ്രാഗ്മെൻറ്റ് സൈസ് ഫാസ്റ്റർ ഇറ്റ് മൂവ്സ്. അതായത് സൈസ് ചെറുതാണെങ്കിൽ മൂവ്മെൻറ്റ്സ് പെട്ടെന്നായിരിക്കും. ഇനി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത DNA ഫ്രാഗ്മെൻറ്റ്സിനെ നമുക്ക് ഒരു എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു ഡൈ ഉപയോഗിച്ച് അതിനെ സ്റ്റെയിൻ ചെയ്തിട്ട് നമുക്കതിനെ UV ലൈറ്റിൻ്റെ എക്സ്പോഷറിലൂടെ കാണാൻ പറ്റും. അന്നേരം സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ഓൺലി ആഫ്റ്റർ സ്റ്റെയിനിങ് ദ DNA വിത്ത് എത്തിഡിയം ബ്രോമൈഡ് ഫോളോഡ് ബൈ എക്സ്പോഷർ ടു UV ലൈറ്റ്. അന്നേരം UV ലൈറ്റിൻ്റെ സഹായത്തോടെ എത്തിഡിയം ബ്രോമൈഡ് ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്തിട്ട് നമുക്ക് DNA ഫ്രാഗ്മെൻറ്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റുന്നു? വിഷ്വലൈസ് കാണാൻ പറ്റുന്നു. അന്നേരം ഒരു ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് ഓഫ് DNA നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഈ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമ്മൾ അഗാരോസ് ജെൽ അല്ലെങ്കിൽ പോളി അക്രിലാമൈഡ് ജെല്ലിൻ്റെ സഹായത്തോടെയാണ് നമ്മളിതിനെ എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ഇലൂഷൻ. ഇലൂഷൻ എന്നാണ് പറയുന്നത്. അന്നേരം എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സഹായത്തോടെയും കാഥോഡ് ആനോഡിൻ്റെ സഹായത്തോടെയും ഒരു മേട്രിക്സിൻ്റെ സഹായത്തോടെയും മാക്രോമോളിക്യൂൾസിനെ
ചാർജുള്ള മാക്രോ മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ഡി എൻ എ ഈസ് ഓൾസോ എ മാക്രോ മോളിക്യൂൾ. യു ഹാവ് ടു സ്റ്റഡി ദാറ്റ് ഏർലിയർ ദാറ്റ് ഡി എൻ എ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. സോ ഇറ്റ് ഈസ് എ മാക്രോ മോളിക്യൂൾ. ഓക്കെ, അന്നേരം ഏത് ചാർജ് ഉണ്ടായിരിക്കണം. അന്നേരം ഇപ്പം ഡി എൻ എക്ക് ഇപ്പം നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അത് പോസിറ്റീവ് ചാർജിലോട്ട് പോകും. ഇപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ളതാണെങ്കിൽ അത് നെഗറ്റീവ് ചാർജിലോട്ട് പോകും. അന്നേരം ഓപ്പോസിറ്റ് ചാർജിലോട്ടായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ബ്രേക്ക് ചെയ്യുന്ന ഇവിടുത്തെ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും വേരിയബിൾ ലെങ്ത് ആണ്. സം ആർ സ്മാളർ, സം ആർ ലോങ്ങർ. ഓക്കെ, അന്നേരം സ്മാളർ വിൽ മൂവ് ഫാസ്റ്റർ ദാൻ ദി ലോങ്ങർ വൺ. ലോങ്ങർ വണ്ണിനേക്കാളും പെട്ടെന്ന് മൂവ് ചെയ്യുന്നത് ആരായിരിക്കും? സ്മാളർ ആയിരിക്കും. അന്നേരം ഇനി ഇത് അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ മൂവ് ചെയ്തിട്ടുള്ള ഈ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സിനെ സ്റ്റെയിൻ വിത്ത് എത്തിലിയം ബ്രോമൈഡ് ആൻഡ് വിഷ്വലൈസ്ഡ് ബൈ യൂസിങ് എക്സ്പോഷർ ടു UV ലൈറ്റ്. ദെൻ ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് ആർ ഒബ്റ്റൈൻ ആൻഡ് ദെൻ ഇറ്റ് ഈസ് കട്ട് ഔട്ട്. അന്നേരം ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് നമുക്ക് കിട്ടും. അതിനെ എന്നിട്ട് ജെല്ലോടുകൂടി തന്നെ കട്ട് ചെയ്ത് മാറ്റുക. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്ന സ്റ്റെപ്പിനെ പറയുന്ന പേരാണ് ഇലൂഷൻ. ഇനി നമുക്ക് അടുത്ത ടൂളായ DNA ലിഗേസിനെ പറ്റി പറയാം. DNA ലിഗേസ് ഒന്നുമില്ല, എൻസൈം വിച്ച് ആർ യൂസ് ടു ജോയിൻ ദ DNA മോളിക്യൂൾ. DNA മോളിക്യൂൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈമിനെ പറയുന്ന പേരാണ് എന്താ? DNA ലിഗേസ്. ഈ DNA ലിഗേസിനെ കെമിക്കൽ സ്യൂച്ചേഴ്സ് എന്ന് വിളിക്കുന്നു. കെമിക്കൽ സ്യൂച്ചേഴ്സ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു ടൂളാണ് പോളിമെറൈസ് എൻസൈം. പോളിമെറൈസ് എൻസൈം DNA സിന്തസിസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈമാണ് പോളിമെറൈസ് എൻസൈം. എൻസൈം വിച്ച് ഹെൽപ്പ് ഇൻ ദ സിന്തസിസ് ഓഫ് DNA മോളിക്യൂള്. അതായത് DNA മോളിക്യൂള് സിന്തസൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈമാണ് പോളിമെറൈസ്. അത് കഴിഞ്ഞിട്ടുള്ള ടൂളാണ് ക്ലോണിംഗ് വെക്റ്റർ. ക്ലോണിംഗ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ
These are the vehicles which are used to transfer a gene from one cell to another. അതായത് ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലേക്ക് ജീൻ കൊണ്ടുപോകുന്ന വെഹിക്കിളുകളെ പറയുന്ന പേരാണ് ക്ലോണിംഗ് വെക്റ്റർ. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ക്ലോണിംഗ് വെക്റ്ററുകളാണ് പ്ലാസ്മിഡുകളും കോസ്മിഡുകളും ഷട്ടിൽ വെക്റ്ററുകളും ട്രാൻസ്പസോണുകളും. അന്നേരം നമ്മൾ ആദ്യത്തേത് റിസ്ട്രിക്ഷൻ എൻസൈം ടൂൾ പഠിച്ചു, രണ്ടാമത് നമ്മൾ DNA ലിഗേസ് പഠിച്ചു, മൂന്നാമത് പോളിമറൈസ് പഠിച്ചു, നാലാമത്തതാണ് ക്ലോണിംഗ് വെക്റ്റർ. ക്ലോണിംഗ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ആർ ദ വെഹിക്കിൾസ് വിച്ച് ആർ യൂസ് ടു ട്രാൻസ്ഫർ ജീൻ ഫ്രം വൺ സെൽ ടു അനദർ. ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് ജീൻ കൊണ്ടുപോകുന്നവരെ പറയുന്ന വെഹിക്കിളുകളെ പറയുന്ന പേരാണ് ക്ലോണിംഗ് വെക്റ്റർ. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ക്ലോണിംഗ് വെക്റ്ററുകളാണ് പ്ലാസ്മിഡുകൾ, കോസ്മിഡുകൾ, ഷട്ടിൽ വെക്റ്ററുകൾ, ട്രാൻസ്പസോണുകൾ. പ്ലാസ്മിഡ് നിങ്ങൾക്കറിയാം, ബാക്ടീരിയയിൽ കാണപ്പെടുന്ന എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ DNA പറയുന്ന പേരാണ് പ്ലാസ്മിഡ്. കോസ്മിഡ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലി പ്രിപ്പയർഡ് വെക്റ്റർ ബൈ ഇൻസേർട്ടിങ് എ DNA സീക്വൻസ് ഫ്രം ലാംഡ ഫേജ് ഇൻ ദ പ്ലാസ്മിഡ്. അതായത് ലാംഡ ഫേജ് എന്ന് പറഞ്ഞാൽ ഒരു വൈറസാണ്. അതായത് വൈറസ് എന്ന് പറയുമ്പം നമ്മൾ ബാക്ടീരിയ ഫേജ് എന്നും പറഞ്ഞൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അന്നേരം അതിനൊരു എക്സാമ്പിളാണ് ഈ ലാംഡ ഫേജ് എന്ന് പറയുന്നത്. അന്നേരം ആർട്ടിഫിഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വെക്റ്ററാണ് കോസ്മിഡ്. ഇതിനകത്ത് ഒരു ലാംഡ ഫേജും കാണപ്പെടും, അതിനകത്ത് ഒരു പ്ലാസ്മിഡും കാണപ്പെടും. ഒരു പ്ലാസ്മിഡിനകത്തോട്ട് ലാംഡ ഫേജിൻ്റെ ഒരു DNA ഇൻസേർട്ട് ചെയ്യുന്നതാണ് കോസ്മിഡ്. കോസ്മിഡിനകത്ത് ആരൊക്കെയുണ്ട്? ലാംഡ ഫേജിൻ്റെ ഒരു DNA പ്ലസ് പിന്നെ എന്തും കൂടെ കാണപ്പെടും? പ്ലാസ്മിഡും കൂടെ കാണപ്പെടും. ഷട്ടിൽ വെക്റ്റർ എന്ന് പറഞ്ഞാൽ അതും സ്പെഷ്യലി ഡിസൈൻഡ് വെക്റ്ററാണ്, കേപ്പബിൾ ഓഫ് റെപ്ലിക്കേഷൻ ഇൻ ബോത്ത് പ്രോക്യാരിയോട്ട് ആൻഡ് യൂക്യാരിയോട്ട് ഹോസ്റ്റ് സെൽ. പ്രോക്യാരിയോട്ടിലും യൂക്യാരിയോട്ടിലും റെപ്ലിക്കേഷന് സഹായിക്കുന്ന സ്പെഷ്യലി ഡിസൈൻഡ് വെക്റ്ററിൻ്റെ പേരാണ് ഷട്ടിൽ വെക്റ്റർ. ഇനി ട്രാൻസ്പസോൺ എന്ന് പറഞ്ഞാൽ ജമ്പിങ് ജീൻസ്. ഒരിടത്ത് ഇരിക്കുന്ന ജീനുകളല്ല ട്രാൻസ്പസോണ്, അത് ഒരിടത്തുനിന്ന് ചാടി മറ്റൊരിടത്തേക്ക് പോകുന്നതാണ് ഏതാ? ട്രാൻസ്പസോൺ അഥവാ ജമ്പിങ് ജീൻസ്. അന്നേരം ഏതൊക്കെ വെക്റ്ററുകളാണ് ഉള്ളത്? പ്ലാസ്മിഡ് ഉണ്ട്. പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയിൽ മാത്രം കാണപ്പെടുന്നതാണ് പ്ലാസ്മിഡ്. കോസ്മിഡ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മിഡിനകത്ത് എന്ത് ഇൻസേർട്ട് ചെയ്യണം? ലാംഡ ഫേജിൻ്റെ ഒരു DNA ഇൻസേർട്ട് ചെയ്യണം. ഷട്ടിൽ വെക്റ്റർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ഡിസൈൻഡ് വെക്റ്ററാണ്. പിന്നെ ട്രാൻസ്പസോൺ എന്ന് പറഞ്ഞാൽ ജമ്പ് ചെയ്യുന്ന ജീൻസിനെയാണ് ട്രാൻസ്പസോൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കോമൺ ആയിട്ട് നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്ന വെക്റ്ററുകളാണ് കൂടുതലും പ്ലാസ്മിഡുകളാണ്. നമ്മൾ നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്ന കൂടുതൽ വെക്റ്ററുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? പ്ലാസ്മിഡാണ്. പ്ലാസ്മിഡ് എന്ന് പറയുമ്പോൾ ഈ കോളയുടെ പ്ലാസ്മിഡിനെ കോൾ E1 എന്നും പിന്നെ വേറൊരു TI പ്ലാസ്മിഡ് ഉണ്ട്. TI പ്ലാസ്മിഡിനെ അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷ്യൻസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന് എടുക്കുന്നതാണ്. അന്നേരം നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്ന വെക്റ്ററുകളെന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് TI പ്ലാസ്മിഡ്. TI പ്ലാസ്മിഡ് എടുക്കുന്നത് ഏതിൽ നിന്നാണ്? അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷ്യൻസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് എടുക്കുന്നത്. പിന്നെ വേറൊരു വെക്റ്ററാണ് കോൾ E1, അത് ഈ കോള എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് എടുക്കുന്നത്.